എന്താ കോച്ചായത്? അതൊക്കെ മറന്നുകളാ, കഴിഞ്ഞില്ലേ? അകത്ത് പോയി കിടന്നതിലുള്ള വിഷമമൊന്നും എനിക്കില്ല. ഇതിനു മുമ്പ് ഞാൻ കിടന്നിട്ടുള്ളതാ. പക്ഷേ ശേഖരൻകുട്ടി ഉണ്ടായിട്ടും സംഭവിച്ചു പോയി. അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം. കോച്ചായ ഒരു കുരുക്കൂടി അഴിയാൻ ബാക്കിയുണ്ടായിരുന്നു, അതും അഴിഞ്ഞു. ഇപ്പോ ഐജിയും നമ്മുടെ ലൈനപ്പിലാ. അന്നവൻ എന്താ കോച്ചായ പറഞ്ഞത്? എന്റെ അന്ത്യം എടുത്തു, കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളാൻ. ഇനി ഞാൻ കാണിച്ചു തരാം അന്ത്യം ആരുടേതാണെന്ന്. പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഹലോ. ശരാം. താങ്ക്സ്. 2 ദിവസമായി ഞാൻ ഫോൺ ചെയ്യുന്നു. സാഗർ ബിസി ആയിരുന്നു. എങ്ങനെയുണ്ട്? ശത്രുപാളയത്തിൽ തന്നെ ഇരതേടുന്ന അശ്വതിയുടെ സാമർഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കൊള്ളാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സാഗറിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീച്ചർ ആരംഭിച്ചത്. പിന്നെ സംഘം ഇപ്പോഴില്ലല്ലോ. ജാക്കിയും സാഗറും ശേഖരൻകുട്ടിയും തമ്മിൽ പിരിഞ്ഞില്ലേ? അതേതായാലും നന്നായി. ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചറിന് ഗ്രിപ്പ് കൂടും. പലതും പ്രതീക്ഷിക്കാമല്ലോ. പണ്ട് ഹാജി മസ്താനി യൂസഫ് പട്ടേലും തമ്മിൽ തെറ്റിയപ്പോ പത്രക്കാർക്ക് കുറെ നാളത്തേക്ക് നല്ല കോളായിരുന്നു. എന്നും ചൂടുള്ള വാർത്തകൾ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ അശ്വതിക്ക് കേൾക്കണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും തമ്പുരാട്ടിക്കുട്ടിയുടെ ഈ കൊച്ചു തലയിൽ ഒരുപാട് വക്രതയുണ്ട്. അട്ടെ, അശ്വതിയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, സാഗർ ജാക്കിയായ കഥ. അതെന്തറിയാനാ? സ്വന്തമായിട്ടങ്ങ് എഴുതിയാ മതി. അതുപോരാ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി സാഗറിന്റെ പുറകെ നടക്കണമായിരുന്നോ? പുലിവാലായല്ലോ. അബദ്ധത്തിന് ഞാനൊന്ന് സമ്മതിച്ചു പോയി. അശ്വതി, ഈ കഥയൊക്കെ പറയുന്നതിന് ഒരു മൂഡ് വേണം. ഐ എം നോട്ട് ഇൻ എ മൂഡ്. വേണ്ട, എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ വീണ്ടും വരാം. ഓക്കെ. തമ്പുരാട്ടിക്കുട്ടി, ഒന്നിക്കണം. അതിലൊന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഇതെന്റെ ശബ്ദമാണ്. കോടതി ചെന്നാൽ ഇതൊരു തെളിവാണ്. അയ്യോ, പിന്നെ എനിക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. ഇറ്റ് ഈസ് റൂട്ടീൻ. അശ്വതി വർമ്മയുടെ ഉദ്ദേശം നിർദോഷമായിരിക്കും. ബട്ട് ഐ ഹാവ് ടു സേഫ് ഗാർഡ് മൈ ഇൻട്രസ്റ്റ്. ദാറ്റ്സ് ഓൾസോ റൂട്ടീൻ. Thank you very much. ഉന്നം പഴച്ചു പോയെന്ന് ഇത് പറയാൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോഴേ അറിയാം നടക്കില്ല. എന്താടാ ഇത്? തുടക്കതയോ അതോ നീ തന്നെ കൊടുക്കുന്ന പരസ്യമോ? ഞാനിത് ഇപ്പോഴാ കാണുന്നത്. മാരണം ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന്. തലവേദന വിട്ടുമാറുന്ന ലക്ഷണമില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അത് ഞാൻ തന്നെ പറയണോ? വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒതുക്കടാതിനെ. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന കൂട്ടത്തിലല്ല. ആ വർമാജിയുടെ കൊച്ചുമോളാ. അച്ഛനൊരു കാര്യം ചെയ്യും,
ആ വർമാജിയെ വിളിച്ചൊന്ന് പറ. ഫസ്റ്റ്. എന്നാ പിന്നെ അതായിരിക്കും അടുത്ത തലക്കെട്ട്. മന്ത്രിയുടെ സ്വാധീനം പത്രപ്രവർത്തനത്തിലും. എങ്കിൽ അച്ഛന് നിന്റെ ഉടമസ്ഥന്മാരെ അറിയാലോ, അവരെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലേ? ആ കള്ളൻ സേട്ടുവിനെയോ? അയാൾ ഈ ഭൂലോകം തന്നെ ഭാരം ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? നിന്റെ കുറെ ശിങ്കിടികളുണ്ടല്ലോ, തിന്നും കുടിച്ച് നടക്കുന്ന വർഗങ്ങള്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ അച്ഛൻ കയറി ഇടപെടരുത്. നീ എന്ത് വേണേ ചെയ്തു തോലയ്ക്ക്. ഓട്ടോ പോ. അശ്വതി വർമ്മയല്ലേ? അതെ. വിടൂ, വിടാൻ. വിടൂ. ഹലോ, കുറച്ചു മുമ്പ് ഹോട്ടൽ ചാണക്യയിൽ നിന്ന് ശേഖരൻകുട്ടിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഉപയോഗിക്കുന്ന കണ്ണാടി കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ്. പൊട്ടിക്കാതെ സൂക്ഷിക്കണം എന്നായിരുന്നു ശേഖരൻകുട്ടിയുടെ മറുപടി. താങ്ക് യു ജോർജ്. Bloody bitch. ചീഫ് മിനിസ്റ്ററോ? ശരി, ശേഖരൻകുട്ടി, താഴെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്, അങ്ങോട്ട് ചെല്ലാൻ. അച്ഛൻ എവിടെയാ? ഞാനിപ്പോ വരാം. അച്ഛൻ എവിടെ? ഇവിടെ. അശ്വതിയോടെ. അശ്വതിയോടെ.
എങ്ങനെയുണ്ട് മോനെ? മോനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. താൻ എപ്പോഴും ഇവിടെ കാണണം. ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർമാരോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണം. യെസ് സർ. അതോ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കാണുമോ വെണ്ടയ്ക്ക അക്ഷരത്തിൽ? ഇല്ല സർ. എപ്പോഴും ഇങ്ങനെയാ പറയാറ്, പക്ഷെ വരുന്നത് നേരെ മറിച്ചും. മോനെ, ഞാൻ രാവിലെ വരാം. കോശി, താൻ വാടൂ. ഐ ജിയെ കണ്ടോ? ഇല്ല, അദ്ദേഹം മലബാറിന് ടൂർ പോയിരിക്കുകയാണ്. നാളെ വരൂ. വന്നാലുടൻ എന്നെ കാണാൻ പറയണം. ആ, അശ്വതിക്ക് നല്ലൊരു ന്യൂസ് കിട്ടിയില്ലേ? ജേർണലിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തു, അത്ഭുതകരമായ രക്ഷപ്പെടൽ. ഈ എന്നെ കുറിച്ച് ഞാൻ എഴുതിയാൽ ആരും വിശ്വസിക്കില്ല. ഇർവിൻ വാലസിന്റെ ഒരു നോവലുണ്ട്, ആൾമൈറ്റി. അതിലൊരു ക്യാരക്ടറുണ്ട്, പത്രാധിപർ. അയാൾ ന്യൂസ് വാല്യൂ ഉണ്ടാക്കാൻ സ്വയം സംഭവങ്ങൾ സൃഷ്ടിച്ച് ന്യൂസ് ഉണ്ടാക്കും. ഇത് ഞാൻ എഴുതിയാൽ അതുപോലെയാണെന്ന് ആളുകൾ കരുതും. എനിക്കാ നഷ്ടം. അതെന്താ? ആ ന്യൂസ് പുറത്തു വന്നെങ്കിൽ ഞാനൊരു ഹീറോ ആകുമായിരുന്നു. അശ്വതിയെ രക്ഷപ്പെടുത്തിയതിന്. ന്യൂസ് വന്നില്ലെങ്കിലും സാഗർ ഹീറോ തന്നെയാ എനിക്ക്. ഞാൻ നാളെ നാട്ടിൽ പോവും. അച്ഛന്റെ ആണ്ടാണ്. സാഗറിന്റെ അച്ഛൻ ആരായിരുന്നു? ഒരു സാധു മനുഷ്യൻ, വില്ലേജ് ഗുമസ്തൻ. 6 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. സാഗർ ഒറ്റ മകനാണോ? അതെ. എനിക്കൊരു കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ. എൻ്റെ അച്ഛനെ നല്ലോണം ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. ഞാനത് പഠിക്കുകയായിരുന്നു. ഞാനൊരു നിലയിലെത്തുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു. പാവം. ജീവിതം മുഴുവൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു അച്ഛൻ്റെ വിധി. കമാൺ.